വാളയാർ ചുരത്തെക്കുറിച്ച് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ നടത്തുന്നു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ചുരത്തെ ആസ്പദമാക്കി ദി എനിഗ്മാറ്റിക് പാലക്കാട് ഗ്യാപ്പ് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി 18-19 തീയതികളിലായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പും ശാസ്ത്ര പരിസ്ഥിതി വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചുരത്തിന്റെ ഭൂഗർഭശാസ്ത്രം, ഭൂരൂപ വിജ്ഞാനീയം, കാലാവസ്ഥ, മണ്ണ്, കാർഷിക വൈവിധ്യം, ആയുർവേദം, വിനോദസഞ്ചാരം എന്നിവയെ മുൻനിർത്തിയാണ് സെമിനാർ. പൈതൃക പദവിയെക്കുറിച്ചും ഹരിത വ്യവസായ തോട്ടകൃഷി മേഖല, ഹരിത സാമ്പത്തിക ഇടനാഴി, ഗ്രാമീണ വിനോദസഞ്ചാര മേഖല എന്നിവയെക്കുറിച്ചെല്ലാം ആധികാരികവും വികസനാധിഷ്ഠിതമായിട്ടാവും ചർച്ചകൾ നടക്കുന്നത്. കേരളത്തിൽ 2 ജിയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റാണ് ആക്ച്വലി ഉള്ളത്. വർക്കല ക്ലിഫും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് നമ്മുടെ അങ്ങാടിപ്പുറത്തുള്ളതും. അപ്പോൾ എന്തുകൊണ്ട് പാലക്കാട് ചുരത്തിനായിക്കൂടാ എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒന്നാമത്തെ നമ്മുടെ ചോദ്യം. കാരണം ഇതിൻ്റെ പ്രായം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 1.6 ബില്യണാണ്. അത് ഹിമാലയത്തിൻ്റെ സൂചിപ്പിക്കേണ്ടായി സാറ്, അത് 90 മില്യൺ ആണെങ്കിൽ 90 to 90 മില്യൺ ആണെങ്കിൽ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ അത് 120 മില്യൺ to 150 മില്യൺ ആണെങ്കിൽ ഇത് 1.6 ബില്യൺ 1600 മില്യണ് മുകളിലാണ്. അപ്പോൾ ഒരു ജിയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റ് ആവുന്നതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നുള്ള പഠനങ്ങൾ, പല റിപ്പോർട്ടുകളും ഞങ്ങളുടെ തന്നെ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് കൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി ജിയോളജിക്കൽ സർവേയുടെ കേരള റീജിയണൽ ഹെഡും അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമ്പിളി മേഡമൊക്കെ ആ സെഷൻസ് കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു സെഷനിൽ 4 മുതൽ 5 ആളുകളുണ്ടാവും. എക്സ്ക്ലൂസീവായി പാലക്കാട് ചുരത്തിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും സാറിനെ പോലെ ബയോഡൈവേഴ്സിറ്റി എക്സ്പേർട്ടുകളും ഉണ്ടാവുക. അപ്പോൾ അവർ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംഭാഷണമായിരിക്കും. പിന്നെ ഈ 250 കുട്ടികളെന്ന് പറയുന്നത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഗവേഷണം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരിരിക്കുന്നു. പിന്നെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം, PMA, അതുപോലെ അവാർഡി, കാർഷിക മേഖല അവാർഡ് കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആദ്യ ദിവസ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MLA-മാരായ A പ്രഭാകരൻ, K ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി, ഡോക്ടർ R രാംകുമാർ, A സാബു എന്നിവർ സംസാരിക്കും. വിവിധ വേദികളിലായി ആയുർവേദം, മണ്ണ്, ജിയോളജി, ജിയോമോർഫോളജി, ജൈവ വൈവിധ്യവും സാംസ്കാരിക ചരിത്രവും എന്ന വിഷയത്തിൽ ചിത്രപ്രദർശനം എന്നിവയാണ് പരിപാടികൾ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 250ഓളം പ്രതിനിധികളും ഗവേഷകരും വിഷയവിദഗ്ധരും പങ്കെടുക്കും. സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.